ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാഹുൽ ഈശ്വർ ആൾക്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സിലൊക്കെ വലിയ തോതിൽ ബോബി ചെമ്മണ്ണൂരിന് അഭിവാദ്യം അർപ്പിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. എത്രയോ കാലമായി ഈ ഓൺലൈനിലും ഓഫ്ലൈനിലും എത്രയോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സെലിബ്രിറ്റീസ് ഉണ്ട്, സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളുമുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതിൽ അനോണിമസ് ആയി ആളുകളെ ചീത്ത വിളിക്കാം, വ്യക്തിഹത്യ ചെയ്യാം, നിയമത്തിന്റെ പരിമിതിയുണ്ട്, ഇങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏറ്റുവാങ്ങി, ഈ അപമാനങ്ങൾ, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി പാനിക് അറ്റാക്കോ ഡിപ്രഷനോ ഒക്കെ വരുന്ന, പൊതുരംഗത്ത് നിന്ന് തന്നെ നിഷ്ക്രമിക്കേണ്ടി വരുന്ന ആളുകളില്ലേ, അതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ച് മുഴുവൻ ആളുകൾക്കും ഞാനൊരു യുദ്ധം തുടങ്ങുകയാണെന്നാണ് ഹണി റോസ് പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഇന്നിപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് താങ്കൾ ഇതിനെ കാണാത്തത്? അഭിലാഷ് ഓർമ്മ കാണും, എനിക്ക് വ്യക്തിപരമായ ഏറ്റവും ദേഷ്യമുള്ള ബിന്ദു അമ്മിണി ഇതേപോലെ ആക്രമണം നേരിട്ടപ്പോൾ ബിന്ദു അമ്മിണിയോട് പരസ്യമായി മാപ്പ് പറയുകയും ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അവരോട് വ്യക്തിപരമായി സോറി പറഞ്ഞു. ഞാനല്ല ചെയ്തത്, പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്. ഒരു സ്ത്രീയെ അപമാനിക്കരുതെന്ന് നിലപാടുണ്ട്. പക്ഷെ അഭിലാഷ് മറക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? സ്ത്രീകളെ അമിതമായി സെക്ഷുവലൈസ് ചെയ്യപ്പെടുന്ന, കമോഡിഫൈ ചെയ്യപ്പെടുന്ന, ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടുന്ന, വസ്തുവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം വിമർശിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സ്ത്രീകളെ ഏറ്റവും അതല്ലേ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. താല്പര്യമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഹണി റോസിന്റെ ശരീരം സെക്ഷുവലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ്, നിരന്തരമായ കമന്റുകൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞുകൊണ്ടിരുന്നത്, ആവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണോ? എനിക്ക് മനസ്സിലായില്ല. ഹണി റോസ് അടക്കം, ഞാൻ ഹണി റോസിനെ എന്റെ വാക്കുകളിലൂടെ അല്ല ഫറാഷിബിലെ അടക്കം ചൂണ്ടിക്കാട്ടിയ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് താങ്കൾ ഒരു കാര്യം പറയാം, ഫറാഷിബിലെ ആധാരമാകേണ്ട ഡയറക്റ്റ് ആയിട്ട് പറയൂ, എന്താണ് സാധ്യതയോടുകൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരാൾ എന്തുകൊണ്ടാണെന്നറിയാം കാരണമാണ്, ന്യായമാണോ? റീസൺ ഉണ്ട്. ഇല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ നാളെ അറസ്റ്റ് ചെയ്യും. അല്ല, ഇല്ലെങ്കിൽ ഫറാഷിബിലെ പ്രശ്നം രാഹുൽ നാളെ ഹണി റോസിനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യും. അതായത് ഫറാഷിബിലാന്ന സ്ത്രീ വളരെ ബാലൻസ്ഡ് ആയി പറഞ്ഞ കാര്യം എന്ത് സൂചിപ്പിച്ചില്ലെങ്കിൽ നാളെ എന്റെ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും. അഭിലാഷ് നാളെ ചർച്ച ചെയ്യുകയും ചെയ്യും. രാഹുൽ ഈശ്വർ പറഞ്ഞാലും ഫറാഷിബിലെ പറഞ്ഞാലും അതിനിവിടെ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു സ്ത്രീ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പരാതി കൊടുക്കുമ്പോൾ അവരുടെ വസ്ത്രത്തിനോ അവരുടെ സിനിമയ്ക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ എന്താണ് അവിടെ കാര്യം? ഞാൻ ഒരു വരി താങ്കൾ കേൾക്കൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം തൊട്ട് സ്പൂൺ വരെ വിൽക്കുന്ന പരസ്യങ്ങളിൽ പോലും സ്ത്രീ ശരീരങ്ങൾ സെക്ഷുവലായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള നിലപാടെടുക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പരമാവധി സെക്ഷുവാലിറ്റിയുടെയും കമോഡിഫിക്കേഷന്റെയും വിപണന സാധ്യതകൾ ഒരു വ്യക്തി ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തി ഒരു തമാശ പറഞ്ഞു, അതുകൊണ്ട് ഇവൻ 1 മുതൽ 3 വർഷം ജയിലിൽ കിടക്കണമെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കില്ല. ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് ശ്രദ്ധിക്കണം. എന്താ അറിയാമോ? തമാശയായി കേൾക്കുന്ന ആൾക്ക് തോന്നണ്ടേ? ശ്രദ്ധിക്കൂ, ഈ ഹണി റോസ് മോഡലായിട്ടുണ്ട്, അവർ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ എന്തും പറയാം ആർക്കും എന്നാണോ? അങ്ങനെ എന്തും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അഴിയേണ്ടുന്നത്. എങ്ങനെയാണ് തമാശയാവുക? ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് തമാശയാവുക? ഏത് നിയമത്തിൽ, ഏത് ബോധത്തിൽ എങ്ങനെയാണ് ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് തമാശയാവുക? അല്ല, അത് ആ ദ്വയാർത്ഥ പ്രയോഗം തമാശയായിരുന്നില്ലേ? ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണോ അത് തമാശയല്ലെന്ന് മനസ്സിലായത്? അവർ നിരന്തരമായി സഹിച്ചതിന് ശേഷമാണ് പരാതി കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. നിരന്തരമായി സഹിച്ചത് കൊണ്ടാണ് പരാതി കൊടുത്തത് എന്ന് പറയുന്നല്ലോ. ഒരു വേദിയിൽ ഒരു തവണ പറഞ്ഞു പോയി എന്നുള്ളതല്ല, നിരന്തരമായി ഇത് സഹിച്ചത് കൊണ്ടാണ് അവർ പരാതി കൊടുക്കുന്നത്. എങ്ങനെയാണ് ലൈംഗിക അധിക്ഷേപം തമാശയാവുക? അതെനിക്ക് മനസ്സിലായില്ല. അവർ മോഡലാണ്, അല്ലെങ്കിൽ അവർ ഇനോഗ്രേഷൻ പോയി, അവർ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു, അതുകൊണ്ട് എന്തും പറയാം, ആർക്കും അവരെ എന്തും പറയാമെന്നാണോ രാഹുൽ ഈശ്വർ? അങ്ങനെ പറയാൻ പാടില്ല അഭിലാഷ്. അങ്ങനെ പറഞ്ഞതിനാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, കേരളത്തിൽ ആരെങ്കിലും ന്യായീകരിച്ചോ? പകരം ന്യായീകരിക്കുകയാണ്. ബോച്ചെ പറഞ്ഞത് ശരിയായില്ല, ബോച്ചെ പിൻവലിക്കണം,
അല്ല ബോച്ചെ മാപ്പ് താങ്കൾ പറയണോ? ന്യായീകരിക്കാൻ ആദ്യം പറഞ്ഞ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യക്തിയാണ്. കമ്മോഡിഫിക്കേഷൻ, ബോച്ചെ അതിന് സെക്ഷലൈസേഷൻ, മാപ്പ് പറയണം. ഒബ്ജക്ടിഫിക്കേഷൻ എന്നൊക്കെ അതിനുശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാപ്പ് അല്ലാതെ പറയാൻ വേറെ കാര്യത്തിലൊന്നുമല്ല, പകരം ന്യായീകരിക്കാനാണ്. മറുഭാഗത്തുള്ള കാര്യങ്ങൾ അഭിലാഷ് ഇനി ഒരു വരി തീർത്തോട്ടെ മറുഭാഗത്ത് കണ്ണടച്ചിരുട്ടാക്കുകയും ഓൾറെഡി ബോബി ചെമ്മണ്ണൂർ ക്രിമിനലാണ്, ഇനി ഹണി റോസ് അതിജീവനയാണെന്ന് ബ്രാൻഡ് ചെയ്തും കഴിഞ്ഞു. അതായത് കോടതിയിൽ കേസ് എത്തി നിൽക്കുന്ന അവസരത്തിൽ ബോബി ചെമ്മണ്ണൂർ ക്രിമിനൽ ആണെന്നും അതിജീവിതയാണ് ഹണി റോസ് എന്നും ഓൾറെഡി ബ്രാൻഡ് ചെയ്ത് വരെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അതിനൊന്നും അഭിലാഷ് എതിർത്തില്ലല്ലോ. എന്നാ കോടതിയിൽ കേസ് കിടക്കുകയല്ലേ, കേസിന്റെ മെറിറ്റ് വരട്ടെ എന്ന് പോലും ചോദിച്ചല്ലോ. കോടതി എന്ന് പറഞ്ഞത് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നല്ലേ. BNS-ന്റെ 75-ന്റെ 4-ാം ഉപവകുപ്പിന്റെ സെക്ഷനാണ് വരുന്നത്. ആ കേസിലേക്ക് മെറിറ്റിലേക്ക് കടന്നില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ക്രിമിനലായി, ഓൾറെഡി ഹണി റോസ് അതിജീവിതയുമായി. ഈ അതിജീവിതകളെ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാ പുരുഷനും വേട്ടക്കാരാന്ന് പറയാനുള്ള വ്യഗ്രത, സ്പീഡിനെയാണ് ഞങ്ങളൊക്കെ എതിർക്കുന്നത്. കുറെ കൂടെ അവധാനത കാണിക്കൂ, കുറെ കൂടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടെ, ഹണി റോസിനെ വിമർശിച്ചൂടെ? ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? ഹണി റോസിനെ എനിക്ക് ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഹണി റോസിനെ വിമർശിക്കാം, സമൂഹത്തിലെ ആരെയും വിമർശിക്കാം. പക്ഷേ വിമർശനവും ലൈംഗിക അധിക്ഷേപവും രണ്ടും രണ്ടാണ്. ഒരാളെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ വിമർശിച്ചതല്ലേ, നിങ്ങൾ വിമർശനത്തിന് അതീതയല്ലല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. വിമർശനവും വേറെയാണ്, ലൈംഗിക അധിക്ഷേപം വേറെയാണ്. ലൈംഗിക അധിക്ഷേപങ്ങളെ തമാശയായി കാണാനും കഴിയില്ല. ഞാൻ വരാം.